നിരന്തരം മ്ലേച്ഛകരമായ ഭാഷാപ്രയോഗങ്ങൾ നടത്തുന്നവരെയും തുടർച്ചയായി സഹജീവികൾക്ക് മേൽ കുതിര കയറുന്ന പ്രവണതയുള്ളവരെയും എന്ത് വൃത്തികേടുകൾ കാണിച്ചാലും തലയുയർത്തി നിന്ന് അതിനെ ന്യായീകരിക്കുന്ന മനോഭാവമുള്ളവരെയും സദാചാര ബോധമില്ലാത്തവരെയും നാം പൊതുവിൽ വിശേഷിപ്പിക്കുന്ന ഒരു പദമാണ് തെമ്മാടികൾ എന്നുള്ള പദം. ഇത്തരത്തിൽ തെമ്മാടികൾ എന്ന പദപ്രയോഗത്തിന് അക്ഷരാർത്ഥത്തിൽ യോഗ്യരായ ഒരു പിടി മുതിർന്ന നേതാക്കൾക്ക് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM വീണ്ടും സ്ഥാനാർത്ഥിയാകുവാൻ അവസരം നൽകാൻ പോകുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, CPMൻ്റെ പാർട്ടി നയമനുസരിച്ച് 75 വയസ്സ് കഴിഞ്ഞവരെയും അതുപോലെ തുടർച്ചയായി 2 തവണ നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിപ്പിച്ചവരെയും ആ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തുക, പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നോ പാർലമെൻ്ററി സ്ഥാനങ്ങളിൽ നിന്നോ മാറ്റി നിർത്തുക എന്ന ഒരു പൊതു സമീപനമാണ് അവർ ഇതുവരെയും സ്വീകരിച്ചു പോന്നിരുന്നത്. എന്നാൽ പിണറായി വിജയനെ എതിർക്കുന്ന, അദ്ദേഹത്തിൻ്റെ മരുമകൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് ഭീഷണിയാകുന്ന ഒരു പറ്റം ജനകീയ നേതാക്കളെ വെട്ടിനിരത്തുവാനും പാർട്ടിയിൽ നിന്നും പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിന്നും അവരെ അകറ്റി നിർത്തുവാനുമുള്ള ഒരു ഉപാധി മാത്രമാണ് ഈ മാനദണ്ഡങ്ങൾ എന്നാണ് ഇത് കാറ്റിൽ പറത്തിക്കൊണ്ട് പിണറായിയുടെ ഇഷ്ടക്കാരായ ഈ തെമ്മാടികൾക്ക് സീറ്റ് നൽകുന്നതിൽ നിന്ന് നാം മനസ്സിലാക്കിയെടുക്കേണ്ടത്. G. സുധാകരനെയും KK ശൈലജ ടീച്ചറെയും K. സുരേഷ് കുറുപ്പിനെയും പോലുള്ള ജനകീയ നേതാക്കൾ ഇത്തരം മാനദണ്ഡങ്ങളുടെ പേരിൽ തുടർച്ചയായി പാർട്ടിയിൽ നിന്ന് വെട്ടിനിരത്തപ്പെടുമ്പോഴാണ് ഇത്തരക്കാർ പാർട്ടിയിൽ പിടിമുറുക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരക്കാർ ജനകീയ നേതാക്കളെ ഒഴിവാക്കിക്കൊണ്ട് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളെ അകറ്റി നിർത്തിക്കൊണ്ട് പാർട്ടിക്ക് മേൽ ആധിപത്യം ഉറപ്പിച്ച ഘട്ടത്തിലാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ, CPMനെ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ പോലും, അവരുടെ അണികൾ പോലും പാർട്ടി അധികാരത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്നത് എന്ന വസ്തുതയും ഈ ഘട്ടത്തിൽ നാം ഓർത്തിരിക്കേണ്ടതാണ്. ഏതൊക്കെയാണെങ്കിലും ഇത്തരത്തിൽ തെമ്മാടി എന്ന പദപ്രയോഗത്തിന് അർഹരായ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിത്വത്തിനായി പരിഗണിക്കുന്ന അവരുടെ തലമുതിർന്ന നേതാക്കളെ പരിചയപ്പെടുത്തുവാനാണ് ഈ വീഡിയോയുമായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഈ പട്ടികയിൽപ്പെട്ട 1-ാം പേരുകാരൻ എന്ന് പറയുന്നത് മുണ്ടയ്ക്കൽ മാധവൻ മണി അഥവാ MM മണി എന്ന ഇടുക്കി ജില്ലയിൽ നിന്നുള്ള CPMൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്. 2016 2021 തുടർച്ചയായ 2 വട്ടവും അദ്ദേഹം നിയമസഭയിലേക്ക് ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുകയും 2016-21 കാലഘട്ടത്തിലെ 1-ാം പിണറായി വിജയൻ മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രി എന്ന നിലയിൽ അധികാരം അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. പാർട്ടി സെക്രട്ടറി എന്ന നിലയിലും ദീർഘകാലം ഇടുക്കിയിലെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി നിലകൊള്ളുവാൻ MM മണിക്ക് സാധിച്ചിട്ടുണ്ട്. ഏതൊക്കെയായാലും MM മണിയുടെ ഈ പാരമ്പര്യമല്ല അദ്ദേഹത്തെ കേരളത്തിന് സുപരിചിതനാക്കുന്നത് എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ എതിരാളികളെക്കുറിച്ചും അധികാരികളെക്കുറിച്ചും ഏറ്റവും മ്ലേച്ഛകരമായ പദപ്രയോഗങ്ങൾ നടത്തുവാൻ യാതൊരു മടിയുമില്ലാത്ത ആളാണ് താനെന്ന് തുടർച്ചയായി ഇത്തരം പദപ്രയോഗങ്ങൾ വിവിധ ആളുകൾക്കെതിരെ നടത്തിക്കൊണ്ട് നമ്മളെ ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ള നേതാവാണ്. SFI സമരത്തിൻ്റെ പേരിൽ മൂലമറ്റം കോളേജിലെ പ്രിൻസിപ്പാളായിരുന്ന വനിതയെയും അതുപോലെ തന്നെ പെമ്പിളെ ഒരുമ എന്ന പേരിൽ തൊഴിലാളി സ്ത്രീകൾ നടത്തിയ സമരത്തെയും അധിക്ഷേപിക്കുവാൻ MM മണി ഉപയോഗിച്ച അശ്ലീലം കലർന്ന ഭാഷാ പ്രയോഗങ്ങൾ തന്നെയാണ് ഇതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം. അതുപോലെ തന്നെ 1, 2, 3 പ്രസംഗം എന്ന പേരിൽ അദ്ദേഹം നടത്തിയ കൊലവിളി പ്രസംഗവും നമുക്ക് മുന്നിലുണ്ട്. ഏറ്റവും ഒടുവിലായി MM മണി ഇത്തരത്തിൽ നടത്തിയ ഒരു ഭാഷാ പ്രയോഗം കേരളത്തിലെ പൊതുസമൂഹത്തെയും ജനാധിപത്യ വിശ്വാസികളെയും വെല്ലുവിളിക്കുന്നതായിരുന്നു. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM ദയനീയമായി പരാജയപ്പെട്ടപ്പോൾ ഞങ്ങളുടെ പെൻഷൻ കാശ് വാങ്ങി നക്കിയിട്ട് ഞങ്ങൾക്കിട്ട് പണിതു എന്നാണ് വോട്ടർമാരെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശം. ഇത്തരത്തിൽ 75 വയസ്സ് എന്ന പ്രായത്തിൻ്റെ മാനദണ്ഡം കവിഞ്ഞുപോയ, അതുപോലെ തുടർച്ചയായി 2 ടേമിലും മത്സരിച്ച് വിജയിച്ച് 2 ടേം മാനദണ്ഡം ബാധകമാകാവുന്ന MM മണിയെപ്പോലെ ഒരു തോന്നിയാസം പറയുന്ന നേതാവിനെ പിണറായി വിജയൻ വീണ്ടും മത്സരരംഗത്തിറക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം കൂടിയാണ് ഇവിടെ വ്യക്തമാകുന്നത് എന്നുകൂടി പരാമർശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ പട്ടികയിൽ ഉൾപ്പെടുത്താവുന്ന 2-ാമത്തെ പേര് എന്ന് പറയുന്നത് A. വിജയരാഘവൻ എന്ന നേതാവിൻ്റേതാണ്. ഇപ്പോൾ അദ്ദേഹം CPMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. A. വിജയരാഘവൻ വിവാദ പ്രസ്താവനകളുടെ കളിത്തോഴനാണെന്ന് മാത്രമല്ല, സ്ത്രീകൾക്ക് യാതൊരു ബഹുമാനവും കൊടുക്കാതെ അവരെക്കുറിച്ച് ഏറ്റവും അശ്ലീലം കലർന്ന ഭാഷയിൽ പരാമർശം നടത്തി കേരളത്തിൻ്റെ മനസാക്ഷിക്ക് മുമ്പിൽ ഒരു വില്ലൻ പരിവേഷം നേടിയെടുത്തിട്ടുള്ള വ്യക്തിത്വം കൂടിയാണ്. എന്നാൽ പോലും A. വിജയരാഘവന് പോളിറ്റ് ബ്യൂറോ മെമ്പർ സ്ഥാനവും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ പ്രൊഫസർ ബിന്ദുവിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനവും കനിഞ്ഞു നൽകിയ നേതാവാണ് പിണറായി വിജയൻ എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. A. വിജയരാഘവനെ സംബന്ധിച്ച് ഈ അടുത്ത കാലത്ത് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ അദ്ദേഹം നടത്തിയ വർഗീയ പരാമർശമാണ് തെമ്മാടി എന്ന പദപ്രയോഗത്തിന് ഏറ്റവും ആനുകാലികമായി അദ്ദേഹത്തെ അർഹമാക്കുന്നത്.
മതമൗലികവാദികളുടെ വോട്ട് പേടിച്ചാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിൽ നിന്ന് വിജയിക്കുന്നത് എന്ന ഭാഷാപ്രയോഗമാണ് വിജയരാഘവൻ്റെ വായിൽ നിന്ന് വീണത്. ഇതിനെതിരെ നിശിത വിമർശനവുമായി കോൺഗ്രസ് രംഗത്ത് വന്നെങ്കിലും വിജയരാഘവനെ സംരക്ഷിച്ചു പിടിക്കുന്ന നിലപാടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും സ്വീകരിച്ചു പോന്നത്. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ആലത്തൂരിൽ നിന്ന് വിജയിച്ചു കയറിയ രമ്യ ഹരിദാസ് എന്ന യുവ വനിതാ കോൺഗ്രസ് നേതാവിനെക്കുറിച്ചും അശ്ലീലം നിറഞ്ഞ ഭാഷാപ്രയോഗം നടത്തിയിട്ടുള്ള വ്യക്തിത്വമാണ് വിജയരാഘവൻ. രമ്യ ഹരിദാസ് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതിന് ശേഷം അനുഗ്രഹം വാങ്ങുവാനും പിന്തുണ തേടിയും ഘടകകക്ഷി നേതാവായ മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയെ സന്ദർശിക്കുവാൻ പോയതുമായി ബന്ധപ്പെട്ടിട്ടാണ് വിജയരാഘവൻ്റെ ഭാഗത്തു നിന്ന് അത്യന്തം സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു പരാമർശം ഉണ്ടായിട്ടുള്ളത്. 2019 രമ്യ ഹരിദാസിന് ഇടതുകോട്ടയായ ആലത്തൂർ സീറ്റിൽ റെക്കോർഡ് ഭൂരിപക്ഷം ലഭിക്കുവാനും ഒരു പരിധിവരെ കാരണമായത് വിജയരാഘവൻ്റെ ഈ അശ്ലീല പരാമർശങ്ങളായിരുന്നുവെന്നും നാം ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ബിന്ദുവിനൊപ്പം തന്നെ വിജയരാഘവനും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ പാർട്ടിയും മുഖ്യമന്ത്രിയും അവസരം നൽകുന്നു എന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് ഈ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേര് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൂന്നാമതായി ഈ പട്ടികയിൽ ഇടം നേടുന്ന വ്യക്തിത്വം എന്ന് പറയുന്നത് മുൻ ദേവസ്വം മന്ത്രി കൂടിയായ തിരുവനന്തപുരം കഴക്കൂട്ടത്തു നിന്നുള്ള MLA ആയിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനാണ്. കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ നിരവധി അഴിമതി ആരോപണങ്ങളുടെ നിഴലിൽ നിൽക്കുന്ന നേതാവാണ് കടകംപള്ളി. ഏറ്റവും ഒടുവിലായി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രൻ്റെ പേര് വ്യാപകമായി പരാമർശിക്കപ്പെട്ടിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ ഇടപാടിലെ പങ്കിനെക്കുറിച്ച് വ്യക്തമായ തെളിവുകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും ഇതിനെക്കുറിച്ച് കാര്യക്ഷമമായ അന്വേഷണം നടത്തുവാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല എന്നത് കടകംപള്ളിക്ക് പാർട്ടിയിലും സർക്കാരിലുമുള്ള സ്വാധീനത്തിൻ്റെ പ്രതിഫലനം തന്നെയാണ്. എന്നാൽ ഈ അഴിമതിയുടെ പേരിൽ മാത്രമല്ല തെമ്മാടി എന്ന പദപ്രയോഗത്തിന് 71കാരനായ കടകംപള്ളി സുരേന്ദ്രൻ അർഹനാകുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ്റെ സദാചാര മൂല്യത്തിന് നിരക്കാത്ത പ്രവൃത്തി ഗുണം കൊണ്ടുകൂടിയാണ് അദ്ദേഹത്തെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടി വരുന്നത്. തിരുവനന്തപുരത്തെ കുപ്രസിദ്ധയായ ഹണി ട്രാപ്പ് കേസുകളിൽ ആളുകളെ പെടുത്തിയെന്ന പേരുദോഷമുള്ള ഒരു സ്ത്രീയുമായി അദ്ദേഹം വെച്ചു പുലർത്തിയ ബന്ധവും അവരുമായി നടത്തിയ ഫോൺ സംഭാഷണങ്ങളുമെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുള്ളതും കേരളം കേട്ടിട്ടുള്ളതുമാണ്. ഒരു ഘട്ടത്തിൽ പോലും ഇത് തൻ്റെ ശബ്ദമല്ല എന്ന് നിഷേധിക്കുവാനും കടകംപള്ളി തയ്യാറായിട്ടില്ല. കടകംപള്ളിയുടെ ഇത്തരം സ്വഭാവ ദൂഷ്യങ്ങളെക്കുറിച്ചുള്ള അനവധി കഥകൾ CPMൻ്റെ അണിയറയിൽ തന്നെ പ്രചരിക്കുന്നുമുണ്ട്. എന്നിരുന്നാലും ഈ സാഹചര്യത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ പോലൊരു നേതാവിന് കൈവിടുവാൻ പിണറായി വിജയൻ തയ്യാറല്ല എന്നത് രാഷ്ട്രീയ വൃത്തങ്ങളെയും CPMലെ ഉന്നത അധികാര കേന്ദ്രങ്ങളെയും പോലും അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമാണ്. കാരണം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. എന്നിട്ട് പോലും ഈ വിവാദത്തിൻ്റെ പ്രഭവസ്ഥാനത്ത് നിർത്തുന്ന കടകംപള്ളി സുരേന്ദ്രനെ പിണറായി വിജയൻ കൈവിടുവാൻ തയ്യാറായിട്ടില്ല എങ്കിൽ അവർ തമ്മിൽ എന്തൊക്കെയോ അവിശുദ്ധ ബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് നാം സ്വാഭാവികമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ പട്ടികയിൽ ഉൾപ്പെടുത്താവുന്ന മറ്റൊരു നേതാവ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള നേമത്ത് നിന്നുള്ള ജനപ്രതിനിധി ശിവൻകുട്ടിയാണ്. ശിവൻകുട്ടിയെക്കുറിച്ച് സദാചാര വിരുദ്ധമായ ആരോപണങ്ങൾ കടകംപള്ളിയെപ്പോലെ ഉയർന്നു വന്നിട്ടില്ലെങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ ഒരു പൊതുവിൽ ആളുകളെ മെക്കിട്ട് കയറുന്ന രീതിയും അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം നിറഞ്ഞ ശൈലിയും അതുപോലെ തന്നെ 2011-16 കാലഘട്ടത്തിൽ കേരള നിയമസഭയിൽ അദ്ദേഹം കാണിച്ചു കൂട്ടിയിട്ടുള്ള വൃത്തികേടുകളുമെല്ലാമാണ് തെമ്മാടി എന്ന പദപ്രയോഗത്തിന് അദ്ദേഹത്തിനെ അർഹനാക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കറിയാം KM മാണിക്കെതിരെ ബാർക്കോഴ വിവാദമുയർന്ന ഘട്ടത്തിൽ അദ്ദേഹം ബഡ്ജറ്റ് അവതരിപ്പിക്കുവാനായി നിയമസഭയിലെത്തിയപ്പോൾ യാതൊരു മര്യാദയുമില്ലാതെ മുണ്ട് മടക്കി കുത്തി സ്വന്തം അണ്ടർവെയർ പ്രദർശിപ്പിച്ചുകൊണ്ട് നിയമസഭയിലെ മേശകൾക്ക് മുകളിലൂടെയും സ്പീക്കറുടെ ഡയസിന് മുകളിലേക്കും ഓടിക്കേറിയ ശിവൻകുട്ടിയുടെ ചിത്രം കേരളം മുഴുവൻ കണ്ടിട്ടുള്ളതാണ്, ലോകം മുഴുവൻ കണ്ടിട്ടുള്ളതാണ്, മലയാളികൾക്ക് മൊത്തത്തിൽ നാണക്കേടുണ്ടാക്കിയിട്ടുള്ളതുമാണ്. ഈ വൃത്തികേടുകൾ കാണിച്ചു എന്നതിനപ്പുറം സർക്കാരിനെയും പോലീസിനെയും സ്വാധീനിച്ച് ഈ കേസ് ഇല്ലാതാക്കുവാൻ ശ്രമിച്ചിട്ടുള്ള പ്രധാനിയും ശിവൻകുട്ടി തന്നെയാണ്. പലപ്പോഴും ഒരു മന്ത്രിക്കോ ജനപ്രതിനിധിക്കോ ചേരാത്ത വിധത്തിൽ വിഡ്ഢിത്തങ്ങൾ എഴുന്നള്ളിക്കുകയും അത് ചോദ്യം ചെയ്യുന്നവരെ തട്ടിക്കയറുകയും നിയമസഭയ്ക്കുള്ളിൽ പിണറായി വിജയൻ്റെ ഗുണ്ടയെപ്പോലെ പെരുമാറിക്കൊണ്ട് പ്രതിപക്ഷ നിരയെ നോക്കി ആക്രോശിക്കുകയും ചെയ്യുന്ന ശിവൻകുട്ടിയെയും നാം നിരവധി തവണ കണ്ടിട്ടുണ്ട്. ഏതൊക്കെയാണെങ്കിലും ഇത്തരത്തിൽ ജനവിരുദ്ധ സമീപനങ്ങളുടെ നേർസാക്ഷ്യമായി കേരള ജനതയ്ക്ക് മുമ്പിൽ നിൽക്കുന്ന ശിവൻകുട്ടിയെയും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഇപ്പോഴും കൈവിടുവാൻ തയ്യാറായിട്ടില്ല. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് BJPക്കും പിണറായിക്കും ഇടയിലുള്ള നിരവധി പാലങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട പാലം ശിവൻകുട്ടിയാണ് എന്നുള്ളത് കൊണ്ടാണ്. നമുക്കറിയാം CPMൻ്റെ ദേശീയ നയത്തിന് വിരുദ്ധമായി CPMൻ്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ പോലും അറിവില്ലാതെ ക്യാബിനറ്റിൻ്റെ അറിവില്ലാതെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ടുള്ള
വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിന് BJP ഉപാധിയാക്കുന്ന പദ്ധതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന PM ശ്രീയിൽ ഒപ്പുവെച്ചിട്ടുള്ള മന്ത്രി V ശിവൻകുട്ടിയായിരുന്നു. ഇത്തരത്തിലാണ് ശിവൻകുട്ടി പിണറായിയുടെ പാലമായി BJPക്കിടയിൽ പ്രവർത്തിക്കുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ V ശിവൻകുട്ടിക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വ്യക്തിപരമായി മത്സരിക്കുന്നതിന് വിമുഖത പ്രകടിപ്പിച്ചിട്ടും പിണറായി വിജയൻ നിർബന്ധിച്ച അവസരം നൽകുന്നത് എന്നുള്ളതിൽ നിന്ന് പിണറായിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവനാണ് ശിവൻകുട്ടി എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇത്തരത്തിൽ 4 പേർക്കൊപ്പം ഈ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട 5ാമത്തെ വ്യക്തിത്വം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തന്നെയാണ്. ഒരു മുഖ്യമന്ത്രിയെ തെമ്മാടി എന്ന് വിശേഷിപ്പിക്കുന്നത് ശരിയാണോ എന്ന ധാർമ്മികമായ ചോദ്യം എൻ്റെ നേരെയും ഉയർന്നേക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില പ്രവൃത്തി ഗുണങ്ങൾ അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിക്കുവാൻ എന്നെ നിർബന്ധിതനാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, ജനങ്ങളെ മെക്കിട്ട് കയറുന്ന നിരന്തരമായ ഒരു പ്രവണത പിണറായി വിജയൻ എന്ന നേതാവിനുള്ളതാണ്. ഈ അടുത്ത കാലത്തും അതിനുള്ളൊരു ഉദാഹരണം നാം TV-യിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും കണ്ടിട്ടുള്ളതാണ്. അതായത് തിരുവനന്തപുരത്തെ ഒരു വേദിയിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് അംഗമായ CPMൻ്റെ യുവ വനിതാ നേതാവ് സെൽഫി എടുക്കുവാനായി പിണറായി വിജയൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അദ്ദേഹം അവരെ ആട്ടി അകറ്റിയത് കട്ടക്ക് പുറത്ത് എന്ന സമീപനത്തിൻ്റെ രീതിയിലായിരുന്നു. അതുപോലെ തന്നെ ഈ കണക്കുപുറത്ത് ശൈലിയാണ് മാധ്യമങ്ങളോടും പൊതുജനങ്ങളോടും ഈ കാലയളവ് വരെ പിണറായി വിജയൻ സ്വീകരിച്ചു പോകുന്നത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷയ്ക്ക് ശുദ്ധി കൊണ്ടുവന്നിരിക്കുന്നത് 2026 തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും വിജയിക്കുക എന്നുള്ള ലക്ഷ്യം മുന്നിൽ കണ്ട് മാത്രമാണ്. മൈക്കിനോട് പോലും മെക്കിട്ട് കയറുന്ന ഒരു മുഖ്യമന്ത്രിയെ, പൊതുഖജനാവിലെ പണമെടുത്ത് ആഡംബ ജീവിതം നയിക്കുന്ന മുഖ്യമന്ത്രിയെ, അതുപോലെ തന്നെ ധാർഷ്ട്യം നിറഞ്ഞ സമീപനം പുലർത്തിക്കൊണ്ട് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ, ജനകീയ പ്രതിഷേധങ്ങൾ നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ DYFI CITU ഗുണ്ടകളെ ഉപയോഗിച്ച് തല്ലിച്ചതപ്പിച്ച ശേഷം അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പരിഹസിച്ച ഒരു മുഖ്യമന്ത്രിയെ തെമ്മാടി എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു തോന്നൽ. ഇതിനെല്ലാം ഉപരിയായി ഞാൻ മേൽ പരാമർശിച്ചിട്ടുള്ള ഞാൻ തെമ്മാടി എന്ന് വിശേഷിപ്പിക്കുന്ന 4 നേതാക്കളെയും 2026 സ്ഥാനാർത്ഥി പട്ടികയിൽ തിരികെ കയറ്റുന്നതിന് പിന്നിൽ നിന്നിട്ടുള്ളതും മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തന്നെയാണ്. അതിനാൽ തന്നെ അദ്ദേഹത്തെയാണ് ഈ പട്ടികയിലെ അവസാന പേരുകാരനായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ CPMൻ്റെ തെമ്മാടികൾ എന്ന വിശേഷണത്തിന് അർഹരായിട്ടുള്ള 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാകുമെന്ന് വിശ്വസിക്കപ്പെടുന്ന 5 നേതാക്കളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.